ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിൽ അയാളുടെ ഷോൾഡറിലേക്ക് ആ ബെഡ്ഷീറ്റ് മറച്ചു. കുട്ടി പുതപ്പിനടിയിലായിരുന്നു. എനിക്കത് പറയാൻ തോന്നുന്നില്ല, അത്രയാണ് ആ കൊച്ചിന്റെ അടുത്ത് ചെയ്തത്. ഇരിക്കുന്ന കണ്ടോ, അവൻ തൊഴുതുകൊണ്ടിരിക്കുന്ന കണ്ടോ? ഇവനൊക്കെ മാനസിക രോഗികൾ. അവനൊക്കെ എന്തുകൂടെ ഇവനൊക്കെ നമ്മൾ പറയേണ്ടത്? ഇവനെ പലതും വിളിച്ചു പറയാൻ തോന്നുന്നുണ്ട് എനിക്ക്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ചിട്ട് 6 വയസ്സുകാരി ഒരു പെൺകുട്ടിയെ ഒരു പരമനാറി ശ്രമിച്ച വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം മെയിൻ സ്ട്രീം ചാനലിനകത്തെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണത്. വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ സമയത്ത് പ്രതികരിച്ചിട്ടല്ലായിരുന്നുവെങ്കിൽ ആ 6 വയസ്സുകാരി പെൺകുട്ടി ഇപ്പം ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നാളുകളായിട്ടും ഈ ട്രെയിനിനകത്തുള്ള ഈ അതിക്രമങ്ങളുണ്ടല്ലോ, ഇതിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. എത്ര കേസാണ് നമ്മുടെ കേരളത്തിലുണ്ടായത് ഈ ട്രെയിനിൽ ഇങ്ങനെയുള്ള ഓരോ തന്തയില്ലായ്മകൾ കാണിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമത്തെ തന്നെ ഞാൻ ചോദ്യം ചെയ്യത്തുള്ളൂ. കാര്യം ഇതിന് ഒരു കുറവും ഉണ്ടാവുന്നില്ല. എത്ര പ്രതികളെ പിടിച്ചിട്ടും അല്ലെങ്കിൽ എത്ര ശിക്ഷ കൊടുത്തിട്ടും ഇതിന് ഒരു കുറവും ഉണ്ടാവുന്നില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ അടുത്തൊക്കെ ഒരു അടുത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ടൊക്കെ മനസ്സ് വരുന്നത് എനിക്കറിയത്തില്ല. യവനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള നിയമങ്ങളാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവനൊന്നും ജീവിതത്തിൽ ഒരുത്തനും ഇങ്ങനൊന്നും ചെയ്യാനായിട്ട് കൂട്ടാക്കത്തില്ല. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. എൻ്റെ പേര് വീണ എന്നാണ്. കൊട്ടാരക്കര കോട്ടാത്തലയാണ് എൻ്റെ സ്ഥലം. ഞാനും അമ്മയും കൂടി തിരുനെൽവേലിക്ക് പോവായിരുന്നു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നായിരുന്നു ആ ട്രെയിനിൽ പാലരുവി എക്സ്പ്രസ്സിൽ കയറിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12:15 കഴിഞ്ഞിട്ടന്ന് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 12:15 ആയപ്പോഴാണ് കൊട്ടാരക്കരയിലെ ട്രെയിൻ എത്തിയിരുന്നത്. അപ്പൊ എഞ്ചിൻ കഴിഞ്ഞിട്ട് 2ാമത്തെ ബോഗിയിലാണ് ഞങ്ങൾ കയറിയത്. കയറിയപ്പോൾ തന്നെ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി 2 ലേഡീസും ഈ പുള്ളിയായിരുന്നു ആ സീറ്റിൽ ഇരുന്നത്. ഓപ്പോസിറ്റ് 2 ചേട്ടന്മാരും ഇരിപ്പുണ്ടായിരുന്നു. ഫേസ് ടു ഫേസ് ഇരിക്കുന്ന സീറ്റായിരുന്നു, നോക്കിയിരിക്കുന്ന സീറ്റായിരുന്നു. എന്നിട്ട് ഈ പുള്ളി എന്നോട് കയറിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത് ഇച്ചിരി സ്ഥലം തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത് ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പുറ സൈഡിൽ 2 ചേട്ടന്മാർ മാത്രമേ ഇരിപ്പുള്ളൂ, ചേട്ടനൊരു കാര്യം ചെയ്യും, അപ്പുറത്തോട്ട് ഇറങ്ങിയിരിക്കും, ഞങ്ങൾ ലേഡീസ് 3 പേര് ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ വേണ്ട, താൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ഈ ചേട്ടന്മാരുടെ അടുത്ത് പോയി ഇരുന്നു. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ട്രെയിനിലുണ്ടായിരുന്ന മിക്ക ആൾക്കാരും നല്ല ഉറക്കമായിരുന്നു. ഒരു 1:15 ആയപ്പോഴത്തേക്കിന് ഈ പുള്ളി എൻ്റെ കാലിൽ ടച്ച് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഓണം. ശരിക്കും പറഞ്ഞാൽ പ്രായം ചെന്ന കുറെ യവന്മാരുണ്ടല്ലോ, യവന്മാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കടി. ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആയിക്കോട്ടെ, ട്രെയിനിലായിക്കോട്ടെ, എവിടെ ചെന്നാലും യവന്മാർ പല സ്ത്രീകളുടെ നേരെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണിക്കുക. എന്ത് സുരക്ഷതയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടികൾക്കായിക്കോട്ടെ, ഈ കൊച്ചു കുട്ടികൾക്കായിക്കോട്ടെ, ഒരു സുരക്ഷതയില്ല. അതും പോരാത്തതിന് ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. വല്ലവരും വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യിലോട്ട് കുട്ടിയെ കൊടുത്തു വിടുവാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്ത് സ്നേഹവും എന്ത് കെയറിങ്ങുമാണ് നിങ്ങളുടെ മക്കളുടെ അടുത്തുള്ളതെന്ന്. ഞാൻ ഉണർന്നിട്ട് ഞാൻ ഈ പുള്ളിയെ നോക്കിയപ്പോൾ പുള്ളി മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുമായിരുന്നു. വീണ്ടും ഞാൻ വെച്ചാൽ അറിയാതെ തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ടു വീണ്ടും ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പം പുള്ളി ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അപ്പൊ കാലിൽ തട്ടി. അപ്പൊ ഞാൻ എന്തുവാന്ന് വീണ്ടും ചോദിച്ചു പുള്ളി എടുത്തു. അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാല് മാറ്റി വെച്ചപ്പോ പിന്നെ ഇത് തന്നെ 3 തവണ പുള്ളി ഇത് ആവർത്തിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ അതായത് ഈ പെൺകുട്ടിയെടുത്ത് ഇവന്റെ ഈ ഒരു അടവൊന്നും നടക്കാത്തതിന്റെ പേരിലാണ് ഇവൻ ആ കുഞ്ഞിന്റെ അടുത്ത് പോയി ഇങ്ങനെയുള്ള പരിപാടി കാണിക്കാനായിട്ട് ശ്രമിച്ചത്. എത്ര ക്രൂരന്മാരാണ് ഇവന്മാരൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും വിളിച്ച് പറയണമെന്ന്, പല തെറിയും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ഒരു യൂട്യൂബിൻ്റെ ഗൈഡ് ലൈനും കാര്യങ്ങളും കാരണം അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുവാണ്, ഇത് ഓരോ സ്ത്രീകളും ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, മാക്സിമം സുരക്ഷത ഏർപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇതിന് അധികാരപ്പെട്ട ആൾക്കാർക്ക് നിങ്ങളെല്ലാവരും മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് ബോധിപ്പിക്കാനോ ശ്രമിക്കുക. കാര്യം ഇത് ഡേ ബൈ ഡേ ഇങ്ങനെയുള്ള കേസസ് കൂടി വരികയാണ്. ഒരു ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരുത്തൻ്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം എത്രയോ കേസസ് ഇവിടെ വന്നെന്നറിയോ. ഈ അടുത്തും ഒരു പെൺകുട്ടിയെ തള്ളിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു. എന്തെല്ലാം വിഷയം നടന്നറിയോ. ഇപ്പോഴും ആ ഒരു കുട്ടി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുവാണ്. എടുത്ത് മേളിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ സീറ്റിലിരുന്ന പെൺകുട്ടികൾ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെ ഇറങ്ങിയെന്ന് ഞാൻ കണ്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ അടുത്തോട്ട് കാലെടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ബാഗിനകത്തുനിന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബാക്കിലോട്ട് പുള്ളി പോയിട്ട് തറയിൽ കിടന്ന ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് വന്നു. കുട്ടി ബെഡ്ഷീറ്റോട് പൊതച്ച് ഇട്ടേക്കുമായിരുന്നു അവരുടെ പേരൻസ്. ആ കുട്ടീനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട്
മടിയിലിരുത്തി. അപ്പൊ ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ കുട്ടിയായിരിക്കും, കാരണം ഒരു അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന പോലെ. നിങ്ങൾ ആലോചിച്ചോണം, വളരെ ഈസി ആയിട്ട് അപ്പുറത്ത് നിന്നിട്ട് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് അവിടെ സൈഡിൽ ഇരിക്കണമെന്ന് പറയുമ്പോൾ പേരൻസിനൊക്കെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു അന്യൻ്റെ കയ്യിലാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ എടുത്ത് കൊടുക്കുന്നത്, ഒരു സ്ട്രേഞ്ചറിൻ്റെ കയ്യിൽ. അവൻ ആരാണ് എന്താണ് എന്ന് പോലും അറിയത്തില്ല. ഇന്ന് ഈ ഒരു പെൺകുട്ടി പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചേനെ? ശരിക്കും പറഞ്ഞ ഒരു വലിയ ഹാൻഡ്സ് ഓഫ് ഉണ്ട് വീണയ്ക്ക്. ഈ പെൺകുട്ടിയുടെ പേര് വീണ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് പോലും ഒരു സുരക്ഷതയും കിട്ടുന്നില്ല എന്ന് പറയുമ്പം നമുക്ക് എന്തു പറഞ്ഞു, നമ്മുടെ നാടൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടായി പോകുന്നത്? ആദ്യം എടുത്തോണ്ട് വന്ന് കുട്ടിയെ പുതപ്പിക്കുന്നു, ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുത്തുന്നു. പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മനസ്സിലായത് ഇന്ന് കുറച്ച് റോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ അടുത്തിരുന്നത് ഒരു തമിഴൻ ചേട്ടനായിരുന്നു. ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് പുള്ളിയുടെ കുട്ടിയാണോ, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അല്ലല്ലോ ഇതിപ്പോ പുറകിൽ നിന്ന് എടുത്തോണ്ട് വന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു റിലേറ്റ്. ഇത് ഈ അടുത്തിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ റിപ്പോർട്ടായിരുന്നു, അവരാരും പ്രതികരിച്ചിട്ടില്ല. ഈ പെൺകുട്ടി പ്രതികരിക്കുന്ന കണ്ടിട്ടാണ് കുറെ ആൾക്കാർ പ്രതികരണമായിട്ട് ഇറങ്ങി വരുന്നത്. നീയൊക്കെ ഏത് ലോകത്തിരിക്കുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്, പക്ഷെ ആണുങ്ങൾക്കില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇവനെ പോലെയുള്ള പരമനാറികളുണ്ടല്ലോ, ഇവൻ്റെ പേരെന്നാളൊന്നും എനിക്ക് അറിയാൻ വയ്യ, ഇവനെ കുടുംബം ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു കുടുംബവും കാണത്തില്ല, ഇവനും കാണത്തില്ല. ഈ പറയുന്ന മക്കളൊക്കെ, അവരൊക്കെ എങ്ങനെ ഇവൻ്റെ ഇവിടെ വിശ്വസിച്ച് ജീവിക്കും? ആണോ അറിയാമോ എന്ന് പറഞ്ഞാൽ, അല്ല പുള്ളി കൊല്ലത്തുനിന്നാണ് കയറിയത്, ഇവരതിനു മുന്നേ ഇതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് വീഡിയോ എടുക്കുമായിരുന്നു, കാരണം പുള്ളിയെ ഞാൻ നോക്കുന്നെന്ന് പുള്ളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് പുള്ളി കുഞ്ഞിനെ തലോടുന്നു, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. അപ്പൊ ആര് കണ്ടാലും ഒരു അച്ഛൻ മകളെ സ്നേഹിക്കുന്ന പോലെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നോക്കുന്നു എന്ന് പുള്ളിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടീനെ ഈ ബെഡ്ഷീറ്റ് തന്നെ എടുത്ത് പുതച്ചിട്ട്, പുള്ളി അപ്പൊ വിൻഡോ സൈഡിലായിരുന്നു ഇരുന്നത്, പുതച്ചിട്ട്. ആലോചിച്ചോണം, ഇത്ര ഓപ്പൺ ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടോ ഇവർക്കൊക്കെ? ഒരു കുട്ടിയെ എടുത്തിട്ട് ബ്ലാങ്കറ്റ് മറച്ച് ആരും അറിയത്തില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പം തന്നെ നമുക്ക് തന്നെ അത് പ്രാന്താവുന്നത്. എങ്ങനെ ധൈര്യം വന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്തോ പറയണ്ട, നമ്മുടെ നിയമത്തെ ഞാൻ ചോദ്യം ചെയ്യത്തുള്ളൂ. ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു സുരക്ഷതയില്ല. എല്ലാ ട്രെയിനിലായിക്കോട്ടെ, ഇതിപ്പം ഈ എന്തോ പറയണ്ട, ഈ AC കമ്പാർട്ട്മെൻറ്റിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് സുരക്ഷത, ലോക്കൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് സുരക്ഷത, അങ്ങനെയല്ല. എല്ലാം ഒരേപോലെയാണ് വരേണ്ടത്. ലോക്കലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നാറുകൾ കയറി ഇറങ്ങുവാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിൽ അയാളുടെ ഷോൾഡറിലേക്ക് ആ ബെഡ്ഷീറ്റ് മറച്ചു. കുട്ടി പുതപ്പിനടിയിലായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ഈ കൈ കൊണ്ടുവന്ന് കുഞ്ഞിട്ട് ഷോർട്സും ആയിരുന്നു ഇട്ടിരുന്നത്. ഒരു കുഞ്ഞാണ്, ഒരു വയസ്സ് പറയില്ല, അത്രയും തീരെ കുഞ്ഞാണ്, നല്ല ഉറക്കമായിരുന്നത്. പക്ഷെ ഈ കുട്ടി ഇയാളുടെ മടിയിലിരുന്ന് 2-3 പ്രാവശ്യം തിരികെ മറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെഡ്ഷീറ്റ് എടുത്ത് റൈറ്റ് ഷോൾഡറിലോട്ട് ഇട്ടതിന് ശേഷം ഈ കുട്ടിയുടെ എനിക്കത് പറയാൻ തോന്നുന്നില്ല, അത്രയാണ് ആ കൊച്ചിന്റെ അടുത്ത് ചെയ്തത്. അത് തന്നെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു, വീഡിയോ ഓഫ് ചെയ്തിട്ട് ചാടി എണീറ്റിട്ട് ഞാൻ ചോദിച്ചു, ഇത് തന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അല്ല. ആ പ്രതികരിക്കാൻ കാണിച്ച മനസ്സാണ് ഇവിടെ എല്ലാവർക്കും വരേണ്ടത്. അപ്പോഴും ആ സൈഡിലെല്ലാം ആൾക്കാർ ഇരിപ്പുണ്ട്, ഒരു തമിഴനായിട്ടുള്ള ഒരു വ്യക്തി ഇരിപ്പുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ആ പുള്ളിയൊക്കെ പ്രതികരിച്ചിട്ട് പോലുമില്ല. ഈ ഒരു പെൺകുട്ടി ഇന്ന് പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ഒരു കുഞ്ഞ് നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടേനെ. നഷ്ടമായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ഇത്ര രീതിയിൽ, അതായത് ഇത്ര ധൈര്യത്തോടെ കൂടിയിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. സോ ഇനിയെങ്കിലും ഇതൊക്കെ കാണുന്ന പേരൻസിനോടാണ് പറയുന്നത്, നിങ്ങളുടെ കുട്ടിയെ നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ ഒരു മരണ വാർത്ത നമ്മളെല്ലാവരും അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആ കുട്ടിയെ കെയർ ചെയ്യാത്തതിൻ്റെ, ആ കുട്ടി എവിടെ പോയെന്ന് നോക്കാത്തതിൻ്റെ നിങ്ങളുടെ കയ്യിലെ വഴികേടാണ് അതൊക്കെ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് പല കേസസ്. ഇതിപ്പോൾ നമ്മൾ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം മാതാപിതാക്കളാണ് അവരെ സംരക്ഷിക്കേണ്ടത്, മാതാപിതാക്കളാണ് അവരെ കെയർ ചെയ്യേണ്ടത് എന്നും ഒക്കെ നമ്മൾ പറയുമെങ്കിലും ഉണ്ടല്ലോ, ഇതൊക്കെ ഇവരൊക്കെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾസ് ആണ്. ഇനിയും ഇതുപോലെയുള്ള കേസസ് ഒക്കെ വരാം. അപ്പം കഴിവതും സ്വന്തം കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കുക. ഞാൻ പറഞ്ഞു, താൻ അവരുടെ റിലേറ്റീവ് ആണോ?
അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് എന്ന് ചോദിച്ചിട്ട് ഞാൻ ബാക്കിൽ വന്നിട്ട് അപ്പോഴത്തേക്ക് എന്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും ഉണർന്നു, അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും ഉണർന്നിട്ട് എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ബാക്കിൽ വന്നിട്ട് കുട്ടിയുടെ അമ്മ എടുത്ത് ചോദിച്ചു, ഇത് ഇയാൾ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് കിടന്ന ഒരു കുട്ടിയെ എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, ഒരാൾ വന്ന് എടുത്തോണ്ട് പോയാൽ അത് ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചിട്ട് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു. നല്ല കാര്യമാണത്, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ വീട്ടുകാർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുവാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കൊച്ചുങ്ങളെന്ന് നോക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുട്ടികൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കത്തുള്ളൂ ഈ വിഷയത്തിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഉത്തരവാദിത്വം ഉണ്ടടേ, നിങ്ങൾ തന്നെ പറ. എല്ലാവരും ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയായിരിക്കും അത് ചിലപ്പോൾ അവർ ഉറങ്ങിക്കിടക്കവല്ലേ, കൊച്ചിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് കൊടുക്കുന്നത്. വല്ലവൻ്റെ കയ്യിലാണോ കൊച്ചിനെ എടുത്ത് കൊടുക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചു താൻ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയില്ലേന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറയാം എന്റെ കയ്യിൽ ഫുള്ള് പ്രൂഫ് ഉണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്ത് വീഡിയോ, എന്തോ കാണിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് പുള്ളി ഷൗട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു താൻ ഇതല്ലേ കാണിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കി ഒറ്റ അടി കൊടുത്തു. അടി കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവന്റെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിക്കണമായിരുന്നു. എല്ലാവരും അടിക്കണമായിരുന്നു. എല്ലാവരും അടിച്ചിട്ടുണ്ട്, ആ വീഡിയോ ഉണ്ട്. അങ്ങനെ വേണം ചെയ്യാനായിട്ട് യവന്മാരെയൊക്കെ. ഇവ ഇനി മേലാൽ ഇനി ഒരു കുട്ടികളുടെ ഈ തെമ്മാടത്തിലും കാണിക്കരുതവൻ. ഇത് മേലെ ഇമ്മതിലുള്ള പരിപാടി ഒരാളുടെ അടുത്തും കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ബാക്കിൽ നിന്നൊക്കെ ചേട്ടന്മാർ വന്നിട്ട് ചോദിച്ചു എന്താ പെങ്ങളെ പ്രശ്നം, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെയാണ്, ആ ഉറങ്ങിക്കിടന്ന പൊടി കുഞ്ഞിനെ എടുത്തോണ്ട് വന്നിട്ട് മടിയിലെടുത്തിട്ട് ഇയാൾ അതിര് വേലത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പിന്നെ ആൾക്കാരെല്ലാം കൂടെ പ്രതികരിച്ചു, പോലീസിനെ വിളിച്ചു. ഞാൻ തന്നെയാണ് എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് നമ്പർ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് ചേട്ടന്മാരായി കൊടുത്തു. പോലീസ് വന്നു, പ്രതിയെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്താന്ന് വെച്ചാൽ കിട്ടും. ദൈവത്തെ ഓർത്ത് ഇനി യവനൊന്നും പ്രായത്തിൻ്റെ പരിഗണന ഇതൊന്നും കൊടുത്ത് ജാമ്യം കൊടുക്കരുത്. യവനൊക്കെ ജയിലിൽ കിടക്കേണ്ടവനാണ്. യവനൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാടിന് ആപത്താണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക. യവനും ജാമ്യം കൊടുത്ത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പേരുടെ ലൈഫിനെ ഇതുപോലെ ബാധിക്കും. കാര്യം പല കേസസും നമുക്കറിയാം, ഈ കോടതിയിലോട്ട് ചെല്ലുന്നതറിയാം, കുറച്ച് കാലം കഴിഞ്ഞാൽ ജാമ്യം കൊടുത്ത് വെളിയിലിടുന്നതാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവന്മാരെയൊക്കെ വേറെ വല്ല കൺട്രിയിൽ വരുന്നുണ്ടല്ലോ, യവനൊന്നും ജീവനോടെ കാണത്തില്ല. കാരണം നാളെ ഒരാൾക്ക് പോലും ഇങ്ങനെ വരില്ല. ഇതിപ്പം എന്റെ മുന്നിൽ വരുന്ന രണ്ടാമത്തെ കേസാണ്. കാരണം ഒരിക്കൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ട്രെയിനിൽ താഴെ ഇരിക്കുമായിരുന്നു, ഞാൻ ബർത്തിൽ കിടക്കുമായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് അത് ഹസ്ബൻഡും വൈഫും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആ പുള്ളി ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് ആ ഒരു കുട്ടി ഒരു 10-18 വയസ്സ് വരുന്ന ഒരു കുട്ടിയാ. ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഈ പുള്ളി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ചോദ്യം ചെയ്തു. അപ്പോഴത്തേക്കിന് പുള്ളി പേടിച്ചിട്ട് ഇത് ഫുള്ള് എല്ലാത്തിനും ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ട് കാണിക്കുന്നു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് എന്റെ മുന്നിലോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഇതിനകത്തെടുത്ത് കാണിക്കും, ഞാൻ എന്ത് ചെയ്തേന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫുള്ള് റിക്കവർ ചെയ്തിട്ട് പുള്ളി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് താൻ ചെയ്തേന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഞാൻ ഇരിങ്ങാലക്കുട പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ അവിടുത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് പുള്ളിയെ കൊടുത്തു. അപ്പൊ കണ്ടോ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഉണ്ടായൊരു സംഭവമാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഇതുപോലെ എത്ര കേസസ് ഉണ്ടെന്നറിയോ ഈ മീഡിയയുടെ മുന്നിലൊന്നും വരാത്തത്? പല ആൾക്കാരും മിണ്ടാതിരിക്കുവാണ്. അതാ പറഞ്ഞത്, ഒരു സുരക്ഷതയും ഇല്ല ഇപ്പോൾ ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രീതിയിലോട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മേ ബി ഇതിനപ്പുറമായിരിക്കും നടക്കുന്നത്. സോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിനൊക്കെ കൊണ്ടുവരിക. ഒരു മനുഷ്യർക്കൊക്കെ സമാധാനത്തോടെ കൂടിയിട്ട് അതിനകത്ത് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം വരരുത്. അപ്പം ഇമാതിരിയുള്ള തെറ്റ് ചെയ്യുന്ന ആരായാലും അവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇന്ന് വല്ലപ്പോഴും നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ഈ ലോക്കലിലൊക്കെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കണം. അപ്പം കുറേ ആൾക്കാരെയൊക്കെ കാണുമ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ദേ ഭാരതിലേ പോകത്തുള്ളൂ, AC-ക്കകത്ത് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഈ പറയുന്ന ക്രിമിനൽസിനൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തൊന്നുമില്ല. ഓരോ ട്രെയിനിൽ കയറുമ്പോൾ അറിയാം അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന്. ഞാൻ പോയി പുനലൂർ പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞാൻ പോലീസുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം സ്ത്രീകളാരും പ്രതികരിക്കാത്തതാണ്. അതെ, എന്റെ അടുത്തിരുന്ന ചേട്ടൻ പോലും ആ ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട് അയാൾ റോങ് ആണ്, ആ കുട്ടിയുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമാണ് അവരാണുങ്ങളാകുമ്പോൾ കുറച്ച് പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ചേട്ടന്റെ അടുത്ത് അത് പറയുന്നത്. പക്ഷെ പുള്ളി അത് അനങ്ങാതെ കണ്ണടച്ചിട്ട് ഇങ്ങനെ തലയും കുലുക്കി അനങ്ങാതിരിക്കുന്നു. പക്ഷെ എനിക്കത് പറഞ്ഞത് അങ്ങനെയുള്ള കുറെ പരമനാരികൾ ഒരു കഴിവില്ലാതെ ഇമാര് നിന്റെയൊക്കെ കണ്ണിൽ ഇത്രയൊക്കെ ഒരു വിഷയങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് നീക്ക് പ്രതികരിക്കാത്തത്? നിന്റെയൊക്കെ വീട്ടിലും കുട്ടികളൊക്കെ ഇല്ലേ? നിനക്കൊക്കെ ഇനി പേഴ്സണലി ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ വരുമ്പോഴേ നീയൊക്കെ പ്രതികരിക്കത്തോളോ?
ഇനി ഈ നാറിയുടെ ഒരു വീഡിയോ കാണിക്കാം. ഈ ഒരു പെൺകുട്ടി എടുത്തൊരു വീഡിയോ ഉണ്ട്. ഈ പ്രതിയെ ട്രെയിനിൽ വെച്ച് പിടികൂടുന്ന ദൃശ്യങ്ങളോ ഒന്ന് കണ്ട ശേഷം ഞാൻ വീണയിലേക്ക് വരാം. ഇത്ര അടി അടിച്ചാச்சு. ഇന്ന് അടുത്ത് പോലീസിലെ കൊടുங்க പിടിച്ചു കൊടുங்க. ഇരിക്കുന്ന കണ്ടോ, അവൻ തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇവനൊക്കെ മാനസിക രോഗികളാണ്. അവനൊക്കെ എന്തുകൂടെ ഇവനൊക്കെ നമ്മൾ പറയേണ്ടത്? ഇവനെ പലതും വിളിച്ചു പറയാൻ തോന്നുന്നുണ്ട് എനിക്ക്. எல்லாம் அடிச்சாங்க. அதுக்கப்புறம் வெளில வந்துருவான். அதுக்குள்ள வந்துருவான். அடி வாங்கிட்டு உறங்குதான். விரல்லாம் ஒடுங்க. பிடிக்கணும் கையை விரல முடிக்கணும். இந்த விரல இருக்குங்க அதை ஒடிக்க. அதான் அடுத்த எதுவும் செய்ய மாட்டான். അടിയും കെട്ടി ഒരു കൂസലില്ലാതിരിക്കുന്നുണ്ടോ? ഇവൻ്റെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്തുമാത്രം അവരൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. ഇവനൊന്നും വീട്ടുകാർ കാണത്തില്ലായിരിക്കും. കാര്യം ഇങ്ങനെയൊക്കെ നടക്കുന്നവന്മാർക്കൊക്കെ എന്ത് കുടുംബം. இல்லை பெண்கள் குழந்தைகள யார் ஏனே இந்த விரலை பிடிச்சி ஓடிக்கிறேன் ഉള്ളൂ. അടി കൊണ്ടിട്ട് ഒരു കൂസലും ഇല്ലാതെ അവ ഇരിക്കുന്നുണ്ടല്ലേ. ഇപ്പം ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ. കാര്യം ഒരു സുരക്ഷിതയില്ലടേ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ഇങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഓരോ കേസസ് ഡേ ബൈ ഡേ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇതിപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് പോലും ഒരു രീതിയിലുള്ള ഒരു സുരക്ഷതയില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.